ഈ പണ്ട് പ്രേക്ഷകർ നിരാശപ്പെടുത്തിയ സിനിമകളാണ് കാക്കക്കുയില്, വെട്ടം, മേഘം, അങ്ങനെ കുറച്ച് സിനിമകളൊക്കെ. അപ്പം ഞാൻ ആലോചിക്കുകയുണ്ടായി, ഇന്നത്തെ ഓഡിയൻസൊക്കെ, ഇന്നത്തെ പ്രേക്ഷകരൊക്കെ ഈ സിനിമ റീവാച്ച് ചെയ്യുന്ന പ്രേക്ഷകരാണ്. എല്ലാവരും ഞാൻ പറയുന്നില്ല, പക്ഷേ ഇന്നത്തെ പല ഓഡിയൻസിനും ഈ സിനിമ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ട് ഈ സിനിമകൾ ഒന്നും അന്ന് വേണ്ടത്ര സ്വീകാര്യത കിട്ടിയില്ല. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മളപ്പോൾ 90s കിഡ്സ് അല്ല അന്നത്തെ കാലഘട്ടത്തിലെ യഥാർത്ഥ പ്രേക്ഷകർ. അവരെ സംബന്ധിച്ചിട്ട് അവർക്ക് നല്ല കോമഡി പടങ്ങൾക്ക് അന്ന് ക്ഷാമം ഉണ്ടായിരുന്നില്ല. അന്നും നല്ല അന്നത്തെ ഓഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിത്രം, കിലുക്കം, താളവട്ടം, ബോയിങ് ബോയിങ്, അങ്ങനെ ഭയങ്കര പ്യോർ നമ്മൾ കുലുങ്ങിച്ചിരിക്കുന്ന കോമഡി സിനിമകൾ കണ്ടു വളർന്ന പ്രേക്ഷകരാണ്. അപ്പോൾ എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്നത്തെ പ്രേക്ഷകർ ഈ പറഞ്ഞ കാക്കക്കുയില്, വെട്ടം, മേഘം ഈ സിനിമകളൊന്നും സ്വീകരിക്കാത്തതിൻ്റെ പ്രധാന കാരണം അവർ ഈ സിനിമകളെല്ലാം കമ്പയർ ചെയ്യുന്നത് പ്രിയദർശൻ്റെ പഴയ സിനിമകളായ ചന്ദ്രലേഖ, താളവട്ടം, ബോയിങ് ബോയിങ് ഈ സിനിമകളായിട്ടായിരിക്കും. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി കോമഡി പടങ്ങളാണ്, അത്രയും റേഞ്ചാണ് ഈ സിനിമകൾക്ക്. അപ്പം ഇവരെ സംബന്ധിച്ചിട്ട് ഇവർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് കോമഡി ഞാൻ ഈ പറഞ്ഞ സിനിമകൾക്ക് ഉണ്ടായിരുന്നില്ല. മനസ്സിലായോ? സോ ഇവരിഷ്ടപ്പെട്ട പ്രിയദർശൻ്റെ ഒരുപാട് സിനിമകളുടെ ലിസ്റ്റ് ഇട്ട് നോക്കുമ്പോൾ മേ ബി ആ പട്ടികയിലെ ഏറ്റവും അവസാനത്തെ പടങ്ങളായിരിക്കും കാക്കക്കുയിലും, വെട്ടം, മേഘം ഈ പറഞ്ഞ സിനിമകളൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കൊന്നൊരു കോമഡിയേ അല്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മളെപ്പോഴും കമ്പയർ ചെയ്യുക ഇന്നത്തെ കാലഘട്ടത്തിലെ കോമഡി സിനിമകളായിട്ടായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ ഈ സിനിമകളൊക്കെ പൊളിയാണ്. അപ്പോൾ ആക്ച്വലി ഇന്നത്തെ കാലഘട്ടത്തിൽ ഇറങ്ങുന്ന മലയാള സിനിമകൾ, പ്രത്യേകിച്ച് കോമഡി സിനിമകളൊന്നും മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പഴയകാല സിനിമകളുടെ ആ ഒരു റിപ്പീറ്റ് വാച്ച് വാല്യൂ ഇന്നത്തെ സിനിമകൾക്കില്ല, അത് ഫാക്റ്റാണ്. പിന്നെ സത്യം പറഞ്ഞാൽ പണ്ടത്തെ ഡയറക്ടേഴ്സിൻ്റെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രിയദർശൻ്റെ ആണെങ്കിലും സത്യന്തികാടിൻ്റെ ആണെങ്കിലും ഫാസിലിൻ്റെ ആണെങ്കിലും ഇവരുടെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് ഇവരുടെ സിനിമയിൽ അഭിനയിക്കുന്ന അത്രയും ഹെവി ആക്ടേഴ്സ് ആയിരുന്നു, ലെജൻസ് ആയിരുന്നു. ഇന്ന് ആ കൈൻഡ് ഓഫ് ആക്ടേഴ്സ് നമുക്കില്ല. ഇപ്പോൾ നമ്മൾ പൊന്മുട്ടയിടുന്ന താറാവ് എന്ന് പറഞ്ഞ സിനിമ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ അഭിനയിച്ചിരിക്കുന്ന ആക്ടേഴ്സ് ശ്രീനിവാസൻ, ഇന്നസെൻ്റ്, ഒടിയൽ ഉണ്ണികൃഷ്ണൻ, കരമന ജനാർദ്ദനൻ, ശങ്കരാടി, അങ്ങനെ ലെജൻസാണ്, എല്ലാവരും ലെജൻസാണ്. ഇപ്പം ഞാൻ പറഞ്ഞ ഈ സിനിമ തന്നെ, പൊന്മുട്ടയിടുന്ന താറാവ് എന്ന് പറഞ്ഞ സിനിമയിൽ തന്നെ വെറും ഒരു ചായക്കടക്കാരനായിട്ട് വരുന്ന ആളാണ് മാമുക്കോയ. മനസ്സിലായി? അത്രയും ചെറിയ ക്യാരക്ടറാണ്, പക്ഷെ അങ്ങേര് പോലും അതിൽ അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക നാച്ചുറലാണ്. അപ്പോൾ ഇന്നത്തെ സിനിമ നടന്മാർക്കോ ഇന്ന് അങ്ങനെ സിനിമ പോലും നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. മനസ്സിലായോ? അതേ ചായക്കടയിൽ തന്നെ വന്നിരുന്ന് പത്രം വായിക്കുന്ന ഒരു നാട്ടുമ്പുറത്തുകാരനാണ് ശങ്കരാടി. പക്ഷെ അങ്ങേരുടെയൊക്കെ പെർഫോമൻസ് നിങ്ങൾ ആലോചിച്ച് നോക്കി, നമുക്ക് ഒരിക്കലും അത്രയും പെർഫെക്റ്റ് ആയിട്ട് അത്രയും നാച്ചുറലായിട്ട് അഭിനയിക്കുന്ന ഒരു ആക്ടർ നമുക്ക് കാണാൻ കിട്ടില്ല. ലൈക്ക് നമുക്കിപ്പോഴും മോഹൻലാലും മമ്മൂട്ടിയും പോലെ വലിയ വലിയ ആക്ടേഴ്സ് ഉണ്ട്, പക്ഷെ ഈ പറഞ്ഞ ക്യാരക്ടേഴ്സും ചെയ്യാൻ നമ്മുടെ മലയാള സിനിമയിൽ ഒന്നും ആരും ഇല്ല. അതുകൊണ്ട് ഒബ്വിയസ്ലി അന്നത്തെ പഴയ മലയാള സിനിമയുടെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ക്രീൻ പ്ലേൻ്റെ കെട്ടുവപ്പ് മാത്രമല്ല, അന്നത്തെ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് കൂടിയായിരുന്നു. ലെജൻസ് ആയിരുന്നു. അതിൽ പലരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയ നഷ്ടം. അതുപോലെ മഴവിൽ കാവടി എന്ന് പറഞ്ഞ സിനിമ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒടിയൽ ഉണ്ണികൃഷ്ണൻ, ഇന്നസെൻ്റ്, മാമുക്കോയ, അങ്ങനെ ഒരുപാട് ലെജൻസിനെ ആ ഒരു ഫ്രെയിമിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഈവൻ ഇന്നത്തെ 2K കിഡ്സ് പോലും ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത്, റീവാച്ച് ചെയ്ത് ആസ്വദിക്കുന്നത് പഴയകാല സിനിമകളാണ്. പുതിയ സിനിമകൾക്കൊന്നും ഒരു ജനറേഷനെയും പണ്ടത്തെ സിനിമകൾ നൽകിയ ഒരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാൻ പറ്റുന്നില്ല. സത്യമാണ്. ഇപ്പോൾ ഈ അടുത്ത് ഇറങ്ങിയ മോഹിനിയാട്ടം എന്ന് പറഞ്ഞ സിനിമയാണെങ്കിൽ പോലും ഞാൻ തിയേറ്ററിൽ നിന്ന് കണ്ട സിനിമയാണ്, ഒരുപാട് ആസ്വദിച്ച സിനിമയാണ്. അത്രയും എന്താ പറയുക, ഒരുപാട് കാലത്തിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച ഒരു കോമഡി മൂവിയാണ്. ബട്ട് സ്റ്റിൽ എനിക്ക് ഒരിക്കലും പഴയകാല സിനിമകൾ ഞാൻ റീവാച്ച് ചെയ്യുന്നത് പോലെ ഈ സിനിമയ്ക്ക് റീവാച്ച് ചെയ്യാൻ പറ്റില്ല. അതാണ് പ്രശ്നം. ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. മേ ബി നിങ്ങളുടെ ഒപ്പീനിയൻ അല്ലെങ്കിൽ നിങ്ങളുടെ കാഴ്ചപ്പാട് വേറെ ആയിരിക്കാം. നിങ്ങൾക്ക് പഴയ മലയാള സിനിമകളെക്കാൾ കൂടുതൽ പുതിയ മലയാള സിനിമകൾക്ക് അല്ലെങ്കിൽ ഇന്നത്തെ മലയാള സിനിമകൾക്ക് റിപ്പീറ്റ് വാച്ച് വാല്യൂ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. എന്തായാലും ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.